ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് സെറ്റ് എക്സാമിന് വേണ്ടി നോക്കാൻ പോകുന്നത് ഹ്യൂമനിസം അഥവാ മാനവികതാവാദം. ഇതിൽ നമുക്ക് രണ്ടുപേരെയാണ് നോക്കേണ്ടത് പ്രധാനമായും. കാൾ റോജേഴ്സ്, എബ്രഹാം മാസ്ലോ. മനുഷ്യൻ്റെ സവിശേഷമായ ഗുണത്തെ ഊന്നുന്നു, സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നു, മനുഷ്യൻ്റെ ആത്മബോധമാണ് സെൽഫ് കൺസെപ്റ്റ്, അവൻ്റെ വ്യവഹാരത്തെ നിർണ്ണയിക്കുന്നു. ഇതൊക്കെയാണ് മാനവികതാവാദം ഹ്യൂമനിസത്തിൽ വരുന്ന പോയിൻറ്റ്സ്. നമുക്ക് കാൾ റോജേഴ്സിനെ നോക്കാം. കാൾ റോജേഴ്സിൻ്റെ സിദ്ധാന്തമാണ് ആദർശാത്മക അഹം സിദ്ധാന്തം, ഐഡിയൽ സെൽഫ് തിയറി. കാൾ റോജേഴ്സിൻ്റെയാണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. നിയോഗരഹിത ഉപബോധത്തിൻ്റെ, അതായത് നോൺ ഡയറക്റ്റീവ് കൗൺസിലിൻ്റെ വക്താവാണ് കാൾ റോജേഴ്സ്. നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നതൊക്കെ ചോദിക്കാറുണ്ട്. കാൾ റോജേഴ്സാണ് നോൺ ഡയറക്റ്റീവ് കൗൺസിലിൻ്റെ വക്താവ്. കക്ഷി വ്യക്തി കേന്ദ്രീകൃത ചികിത്സ, അതായത് ക്ലയൻറ്റ് സെൻറ്റേർഡ് തെറാപ്പി അവതരിപ്പിച്ചത് കാൾ റോജേഴ്സാണ്. ക്ലയൻറ്റ് സെൻറ്റേർഡ് തെറാപ്പി. കാൾ റോജേഴ്സിൻ്റെ കൃതിയാണ് പഠിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, ഫ്രീഡം ടു ലേൺ. ഇപ്പോൾ കാൾ റോജേഴ്സിനുമായി ബന്ധപ്പെട്ട് 4 പോയിൻറ്റ്സാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഐഡിയൽ സെൽഫ് തിയറി, മലയാളം അഹം സിദ്ധാന്തം. നിയോഗരഹിത ഉപബോധത്തിൻ്റെ, അതായത് നോൺ ഡയറക്റ്റീവ് കൗൺസിലിൻ്റെ വക്താവ്. കക്ഷി വ്യക്തി കേന്ദ്രീകൃത ചികിത്സ, ക്ലയൻറ്റ് സെൻറ്റേർഡ് തെറാപ്പി. പിന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകം കൂടി പഠിക്കണം, ഫ്രീഡം ടു ലേൺ, പഠിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇനി അടുത്തത് എബ്രഹാം മാസ്ലോയാണ്. എബ്രഹാം മാസ്ലോയുടെ സിദ്ധാന്തമാണ് അഭിപ്രേരണ സിദ്ധാന്തം, മോട്ടിവേഷൻ തിയറി. ക്രമീകരണ ശ്രേണി, ഹൈറാർക്കി ഓഫ് നീഡ്സും അഭിലാഷാസ്തരം, ലെവൽ ഓഫ് ആസ്പിറേഷനും ഒക്കെ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എബ്രഹാം മാസ്ലോയാണ്. മോട്ടിവേഷൻ തിയറി, ഹൈറാർക്കി ഓഫ് നീഡ്സ്, ലെവൽ ഓഫ് ആസ്പിറേഷൻ. അഭിപ്രേരണ ക്രമം അല്ലെങ്കിൽ ക്രമീകരണ ശ്രേണി പ്രധാനമായും 2 മേഖലയായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ ഹൈറാർക്കി ഓഫ് നീഡ്സിലെ അതിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപര്യാപ്തത ആവശ്യങ്ങൾ, അതായത് ഡെഫിഷ്യൻസി നീഡ്സും വളർച്ച ആവശ്യങ്ങൾ, ഗ്രോത്ത് നീഡ്സും. ഇതിനെ പിന്നെ സബ് ഡിവിഷനുണ്ട്, 5 സബ് ഡിവിഷൻ നമുക്ക് പഠിക്കണം. ഇതിൽ ഡെഫിഷ്യൻസി നീഡ്സിൽ വരുന്ന 3 എണ്ണവും ഗ്രോത്ത് നീഡ്സിൽ, വളർച്ചാ ആവശ്യങ്ങളിൽ വരുന്ന 2 എണ്ണമാണ് ഉള്ളത്. ഡെഫിഷ്യൻസി നീഡ്സിൽ വരുന്നതാണ് ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, ബിലോങ്ങിനെസ് ഓർ ലവ്. 3 എണ്ണം ഉണ്ട്. ഇതൊക്കെയാണ്. മലയാളം കൂടി പറയാം. ഫിസിയോളജിക്കൽ നീഡ്സ് കായികം, സേഫ്റ്റി നീഡ്സ് സുരക്ഷിതത്വം, ബിലോങ്ങിനെസ് ഓർ ലവ് സംബന്ധിതത്വം ഓർ സ്നേഹപരം. അത് 3ഉം വരുന്നത് ഡെഫിഷ്യൻസി നീഡ്സിലാണ്. ഇനി അടുത്ത 2 എണ്ണം ഗ്രോത്ത് നീഡ്സിൽ വരുന്നതാണ്, വളർച്ച ആവശ്യങ്ങളിൽ വരുന്നതാണ്. ആത്മധാരണം അഥവാ ബഹുമതി, സെൽഫ് എസ്റ്റീം ഓർ റെക്കഗ്നൈസേഷനും സെൽഫ് ആക്ച്വലൈസേഷനും. അതിൻ്റെ മലയാളം ആത്മയാഥാർത്ഥ്യവൽക്കരണം. ഇത് 2ഉം വരുന്നത് ഗ്രോത്ത് നീഡ്സിലുമാണ്. ഇത്രയും പോയിൻറ്റ്സാണ് നമ്മൾ ഹ്യൂമനിസത്തിൽ പ്രധാനമായും ഓർത്തിരിക്കേണ്ടത്. ഒരിക്കൽ കൂടി പറയാം, 2 പേരെ ഓർത്തിരിക്കുക, കാൾ റോജേഴ്സും എബ്രഹാം മാസ്ലോയും. അതിലെ പോയിൻറ്റ്സുകളെന്ന് പറയുന്നത് മനുഷ്യൻ്റെ സവിശേഷമായ ഗുണത്തെ ഊന്നുന്നു, സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നു, മനുഷ്യൻ്റെ ആത്മബോധമാണ് സെൽഫ് കൺസെപ്റ്റ്, അവൻ്റെ വ്യവഹാരത്തെ നിർണ്ണയിക്കുന്നത്. കാൾ റോജേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ കാൾ റോജേഴ്സിൻ്റെ സിദ്ധാന്തമാണ് ആദർശാത്മക അഹം സിദ്ധാന്തം, ഐഡിയൽ സെൽഫ് തിയറി. നിയോഗരഹിത ഉപബോധത്തിൻ്റെ നോൺ ഡയറക്റ്റീവ് കൗൺസിലിൻ്റെ വക്താവാണ്. കക്ഷി വ്യക്തി കേന്ദ്രീകൃത ചികിത്സ, ക്ലയൻറ്റ് സെൻറ്റേർഡ് തെറാപ്പി അവതരിപ്പിച്ചത് കാൾ റോജേഴ്സാണ്. കാൾ റോജേഴ്സിൻ്റെ കൃതിയാണ് പഠിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, ഫ്രീഡം ടു ലേൺ. ഇനി എബ്രഹാം മാസ്ലോയുടെ സിദ്ധാന്തമാണ് അഭിപ്രേരണ സിദ്ധാന്തം, മോട്ടിവേഷൻ തിയറി അല്ലെങ്കിൽ ക്രമീകരണ ശ്രേണി, ഹൈറാർക്കി ഓഫ് നീഡ്സ്, അഭിലാഷാസ്തരം, ലെവൽ ഓഫ് ആസ്പിറേഷൻ. ഇതെല്ലാം എബ്രഹാം മാസ്ലോയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അഭിപ്രേരണ ക്രമം അല്ലെങ്കിൽ ക്രമീകരണ ശ്രേണിയെ നമുക്ക് 2 മേഖലയായിട്ട് തിരിക്കാം പ്രധാനമായും. അപര്യാപ്തത ആവശ്യങ്ങൾ ഡെഫിഷ്യൻസി നീഡ്സ്, വളർച്ച ആവശ്യങ്ങൾ ഗ്രോത്ത് നീഡ്സ്. വീണ്ടും ഇതിനെ 5ആയി തിരിച്ചിരിക്കുന്നു. അതിലാദ്യം വരുന്ന ഡെഫിഷ്യൻസി നീഡ്സിൽ വരുന്നതാണ് കായികം, ഫിസിയോളജിക്കൽ നീഡ്സ്, സുരക്ഷിതത്വം, സേഫ്റ്റി നീഡ്സും സംബന്ധിതത്വം ഓർ സ്നേഹപരം, ബിലോങ്ങിനെസ് ഓർ ലവ്. ഇനി അതിൻ്റെ അടുത്ത ഗ്രോത്ത് നീഡിൽ വരുന്നതാണ് 2 എണ്ണം
ആത്മധാരണ ഓർ ബഹുമതി സെൽഫ് എസ്റ്റീം ഓർ റെക്കഗ്നൈസേഷനും ആത്മയാഥാർത്ഥ്യവൽക്കരണം സെൽഫ് ആക്ച്വലൈസേഷനും. ഇത് രണ്ടും ഗ്രോത്ത് നീഡ്സിൽ വരുന്നതാണ്. ഇത്രയും